Are there similarities between the magnetic field around a bar magnet and that around a current carrying solenoid? ഒരു ബാർ മാഗ്നറ്റിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന കണ്ടില്ലേ, വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിനെയും ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന് സമാനതകളുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, ഒരു ഷീറ്റിലേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിട്ട് കുറച്ച് അയണിന്റെ പൊടികളുണ്ടല്ലോ, നമ്മൾ ചുമ്മാ വെതറുവാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സോളിനോയിഡ് എടുത്തിട്ടും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, കറണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളൊരു അയൺ പൗഡർ നമ്മൾ അതിലേക്ക് സ്പ്രെഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ എന്താണ് അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബാർ മാഗ്നറ്റിന്റെയും സോളിനോയിഡിനെയും ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം ഉണ്ട്. അപ്പം കാന്തിക മണ്ഡലം അതുപോലെ തന്നെ അതിന്റെ രേഖകളും എങ്ങനെയായിരിക്കും, ഒരുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബാർ മാഗ്നറ്റിന്റെയും അതുപോലെ തന്നെ സോളിനോയിഡ് കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ പൊളാരിറ്റിക്ക് വ്യത്യാസം വരാം ഇല്ലേ, കാരണം ഡയറക്ഷൻ ഇവിടെ ബാർ മാഗ്നറ്റിനാകുമ്പോൾ എങ്ങനെയാണ് പൊളാരിറ്റി എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതേസമയം സോളിനോയിഡ് എങ്ങനെയാണ്, നമുക്ക് കറന്റ് ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ പൊളാരിറ്റി വ്യത്യാസം വരുത്താമല്ലോ. അതുപോലെ തന്നെ എന്താണ് അതിന്റെ സ്ട്രെങ്ത്, നമുക്ക് ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, എന്താണ് പർട്ടിക്കുലർ സ്ട്രെങ്ത് ആയിരിക്കും, പെർമനന്റ് ആയിരിക്കും. കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും ഇല്ല, കൂട്ടാൻ സാധിക്കുമല്ലോ. സോഫ്റ്റ് അയൺ കോർ വെക്കുമ്പോഴും അല്ലെങ്കിൽ കറന്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് വ്യത്യാസം വരുത്താൻ സാധിക്കും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ നമുക്കൊരു ഡിഫറൻസ്, ഒരു കമ്പാരിസൺ നോക്കാം കേട്ടോ. സോളിനോയിഡിന്റെ ബാർ മാഗ്നറ്റിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ എന്താന്ന് നോക്കുക കേട്ടോ. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ചോളം എങ്ങനെയാണ്, മാഗ്നറ്റിസം പെർമനന്റ് ആണ്, സ്ഥിരമാണ്. സോളിനോയിഡ് എങ്ങനെയാണ്, ടെമ്പററി ആണ്. കാരണം ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മാഗ്നറ്റിസം പോയി ഇല്ലേ. ബാർ മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റ് ആണ്, പക്ഷെ സോളിനോയിഡ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലേ. കറന്റ് പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ബാർ മാഗ്നറ്റിന് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, സോളിനോയിഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് നമുക്ക് കൂട്ടുകയും ചെയ്യാം, മനസ്സിലായല്ലോ. സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്ഡ് ബാർ മാഗ്നറ്റിന്, പക്ഷെ സോളിനോയിഡിൽ എങ്ങനെയാണ്, സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ കറന്റ് ത്രൂ ഇറ്റ് ഓർ ചേഞ്ച് ദ നമ്പർ ഓഫ് ടേൺസ്. ഒന്നുകിൽ കറണ്ട് കൂട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോറിന്റെ ഒക്കെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനൊക്കെ കൂട്ടിയാലൊക്കെ നമുക്ക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇതാ നോക്കിയേ, പൊളാരിറ്റി ഈസ് ഫിക്സ്ഡ് ആൻഡ് കനോട്ട് ബി ഈസിലി റിവേഴ്സ്ഡ്. പൊളാരിറ്റി ബാർ മാഗ്നറ്റ് എങ്ങനെയാണ്, ഫിക്സ്ഡ് അല്ലേ, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ സോളിനോയിഡിന്റെ കേസിൽ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇല്ലേ, ഡയറക്ഷൻ കറന്റ് ഡയറക്ഷൻ ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്.